ഒക്കെ തന്നെ വളരെ ആവേശത്തിലാണ്. പുലികളി നല്ല ഉഷാറായിട്ട് തുടക്കമായിട്ടുണ്ട് എന്ന് പറയാം. അമൃത, വലിയ രീതിയിലുള്ളൊരു പുരുഷാരം ഇപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ആദ്യത്തെ ഒരു പുലികളി സംഘം ഇവിടെ പ്രവേശിച്ചിട്ടുള്ളൂ എൻ്റെ ഭാഗത്ത്. മറുഭാഗത്ത് ചെറിയൊരു 1-2 സംഘങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ശങ്കരൻകുളങ്ങര പുലികളി സംഘമാണ് വന്നത്. അവരുടെ നിശ്ചല ദൃശ്യങ്ങളും അല്പസമയം മുമ്പ് ഈ ഭാഗത്തുകൂടെ കടന്നുപോയി. നല്ല സുന്ദരമായി ചുവടുവെക്കുന്ന പുലികൾ ശങ്കരൻകുളങ്ങര ടീമിന് വേണ്ടി ഇവിടെ എത്തി. എന്നോടൊപ്പം ചില പുലികളി ആസ്വാദകർക്കുണ്ട്. ആദ്യം എത്തിയത് ഈ ഭാഗത്ത് എത്തിയത് ശങ്കരൻകുളങ്ങര വിഭാഗം പുലിക്കളി തുടങ്ങി. ശങ്കരൻകുളങ്ങരയുടെ ഗംഭീരമായിട്ടുള്ള പുലിക്കളിയായിരുന്നു. പുലികളൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടി, വളരെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്ര കൃത്യമായിട്ടുള്ള സമയം പാലിച്ച പുലികള് ഇവിടെ. ടീം അതെ അതെ, ഇപ്രാവശ്യം 9 ടീമുകളുണ്ട്. പിന്നെ സമയനിഷ്ഠം പാലിക്കാൻ ജഡ്ജിങ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലാണ് സമ്മാനത്തിനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും സമയം പാലിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് പിന്നാലെ അയ്യന്തോൾ ദേശം ഉടനടി ഇവിടെ കയറുമെന്നാണ്. 4:30 തന്നെ 4:45 അയ്യന്തോൾ ദേശം കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശങ്കരൻകുളങ്ങര ടീം എത്തി. അയ്യന്തോൾ ദേശം വരും. രവിയേട്ടൻ കാലങ്ങളായിട്ട് ഇവിടെ തൃശ്ശൂർകാരനാണ്, ഇവിടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പുലികളുടെ ഒരു ഫീൽ എങ്ങനെയാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം? ഇത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പൂരം കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന ഒരു ആവേശമാണ് പുലിക്കളി. ഇപ്പോൾ കാലത്ത് തൊട്ട് അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരുക്കങ്ങൾ കുറേ നാളുകളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച്. ഇതൊരു ഉള്ളിൽ ഭയങ്കര ആവേശവും മത്സരവും കൂടിയിട്ടുള്ള കലർന്നിട്ടുള്ളൊരു സംഭവം. പലരും അവരുടെ ഇന്ന് ഞാൻ സംസാരിച്ച ചില പുലികളൊക്കെ 3 വയസ്സ് മുതൽ അവർ ഈ പുലികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരിപ്പോഴും 60, 65 വയസ്സും 70 വയസ്സായവരൊക്കെ ഇപ്പോഴും പുലിവേഷം ധരിക്കുന്നവരും അവർ പുലിക്കളിയിൽ സജീവമായി പങ്കെടുക്കുന്ന വളരെ ആവേശത്തിന്റെ ഒരു സംഭവമാണ് തൃശ്ശൂരിലെ ഈ പുലിക്കളി മഹോത്സവം. രാത്രി ഒരുക്കങ്ങളൊക്കെ രാത്രിയും കടന്ന് രാവിലെ എത്തി പുലി വരെ തുടങ്ങി. ഇപ്പൊ അതും കഴിഞ്ഞ് ഇതിങ്ങനെ നടന്നു പോവാണ്. ഇനിയിപ്പോ ഈ പുലിവേഷം അഴിക്കുന്നത് വരെയും അല്ലെ? അതെ, പുലിവേഷം അഴിക്കുന്നതും വലിയൊരു ചടങ്ങാണ്. ഇതിനേക്കാളും ഈ വരയ്ക്കുന്നതിനേക്കാളും വലിയ ചടങ്ങാണ് പുലിവേഷം അഴിക്കുന്നത്. അതിനൊക്കെ ഇവരുടെ ഓരോ ടീമിന്റെയും ആൾക്കാർ സജ്ജമാണ്. ഇതിന്റെ പിന്നാലെ വലിയൊരു ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. വലിയൊരു സംഘങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർ, ആ പ്രാദേശികമായിട്ട് പ്രദേശത്തുള്ള ചെറുപ്പക്കാരും എല്ലാവരും ഈ പുലിക്കളിയുടെ പിന്നാലെ ആവേശമായിട്ട് നിൽക്കുകയാണ്. അതാണിപ്പോൾ ഈ ഓരോ ദേശത്തിന്റെ കൂടെ കാണുന്ന പങ്കാളിത്തം. അതാണ് വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇവിടെയൊക്കെ തന്നെ കാണാം. അമൃത, ഒരുപാട് ആളുകൾ പുലികളി കാണാനും പറ്റും. ചേട്ടാ, എവിടെ നിന്നാണ് എത്ര കാലമായി പുലികളി കാണാൻ വരുന്നത്? എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ട് വരുവാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുവാണ്. കണ്ണൂരിൽ നിന്നാണ് പുലികളി കാണാൻ വേണ്ടി തൃശ്ശൂർ വന്നാണോ അതോ? പുലികളി കാണാനായിട്ട് വന്നു. എങ്ങനെയുണ്ട് പുലികളി? അടിപൊളി, വളരെ മനോഹരമാണ്. ഇപ്പോൾ ഒരു ടീമിനെ കണ്ടിട്ടുള്ളൂ. ഇനി വൈകുന്നേരം 7 മണി മാത്രമേ കണ്ടിട്ടുള്ളൂ. സന്ധ്യാസമയത്ത് കാണണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇന്നേ വന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ പുലികളി കാണുമ്പോൾ? പുലികളി വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഒത്തിരി അകലയിൽ നിന്ന് തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. പുലികൾ കാണാൻ മാത്രം വേണ്ടി വന്നതാണ് ഇവിടെ. കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം, മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയിരിക്കും. ഓണം ഇതാണ് കേരളത്തിൻ്റെ ഒരു തനിമ, ഒരു എല്ലാ മതത്തിലും ഒന്നിച്ചു കൂടുന്ന ഒരു സംഗമം എന്ന് പറയാം ഈ പുലികളി. എന്താണ് പറയാനുള്ള ഒരു ആവേശം തുടങ്ങിയോ? പിന്നെ ആവേശം, ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അല്ല വർക്ക് ചെയ്യണം, വെളിയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാനങ്ങനെ സുഹൃത്തിനെയും കൂട്ടി വന്നതാണ്. ശരി, നടരാജ് ഒന്ന് തുടരും. ഞാൻ നടരാജിലേക്ക് വളരെ വേഗത്തിൽ തിരിച്ചെത്താം. അവിടുത്തെ ആളുകളുടെ പ്രതികരണമൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫ്ലാഗ് ഓഫ് നടക്കുന്ന എംഒ റോഡിന് സമീപത്ത് നിന്ന് ജംഷീർ കുടിഞ്ഞുകൂടെ ചേരുന്നുണ്ട്. അവിടെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജംഷീർ, അവിടെ ചടങ്ങുകൾ തുടങ്ങിയോ? അവരുടെ അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ തുടങ്ങുമെന്നുള്ളതാണ്. ഇപ്പം ഫ്ലാഗ് ഓഫ് ചെയ്യാനായി മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്, കോർപ്പറേഷനിൽ നിന്നുള്ള കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, ചെയർമാൻ ഒക്കെ. മന്ത്രി ഇപ്പം തുടങ്ങാനായല്ലേ? ഏതാനും മിനിറ്റുകൾക്കകം കൃത്യമായി 5 ഇടങ്ങളിലായിട്ട് 9 പുലിക്കളി സംഘങ്ങൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഓരോ കയറ്റത്തിനും ഓരോ അതിമനോഹാരിത ഉണ്ടാവും. ഇത്തവണ പുലി വരുന്നത് പുലി എന്ന് പറഞ്ഞിട്ട് പുലി വന്നില്ല എന്നുള്ള പേടി ഉണ്ടാവില്ല. പുലി വരിക തന്നെയാണ്. പുലി ഇങ്ങനെ തിമിർത്ത് പെയ്തു വരികയാണ്. എല്ലാവരും പുലികളാണ്, നേരത്തെ പറഞ്ഞതുപോലെ. പുലിയല്ലാത്ത ആരുമില്ല, ഏതെങ്കിലും വിധത്തിൽ പുലി. അപ്പോ കളക്ടർ പുലി, മേയർ പുലി, മന്ത്രി പുലി, MLA പുലി, ഒക്കെ പുലികളാണ്. മീഡിയവണ്ണം പുലിയാണ്. എല്ലാം ഇവിടെ പുലിയാകാൻ പോവാണ്. പുലി ആഘോഷങ്ങൾക്ക് ഇങ്ങനെ പേടിയില്ലാതെ മനുഷ്യൻ നിൽക്കുന്ന ഒരു പുലി ആഘോഷം. ഇതിനൊരു താളമുണ്ട്, ഇതിനൊരു സൗന്ദര്യമുണ്ട്, ഇതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. ആ വഴികളിലൂടെ പുലികൾ വരും. ഏതാനും മിനിറ്റുകൾ രഹസ്യമഴിയാൻ
ഏതാനും മിനിറ്റ് ഇതിനകം വരും. തീർച്ചയായിട്ടും കൗൺസിലർ ചെയർമാൻ വലിയൊരു ആവേശത്തിലാണ്. പിന്നെ വലിയ ആവശ്യത്തിലല്ലേ തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന പുലിക്കളി ഈ പ്രാവശ്യത്തെ പ്രത്യേകത ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ അവസാനമാണ്. അതുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ചാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പരമാവധി മലയാളികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് തൃശൂരിനെ വൈബാക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടി തൃശൂർക്കാർ മാത്രമല്ല ലോകം മലയാളികളെല്ലാം ശ്രദ്ധിക്കുന്നു. ഇന്ന് അവരെല്ലാവരും ഇത് നോക്കിക്കാണുന്നു. കാരണം തൃശൂരിന്റെ ഓണാഘോഷം അവസാനിക്കുന്നത് പുലിക്കളിയിൽ കൂടിയാണ്. ആ പുലിക്കളി സമാപിച്ചാൽ മാത്രമാണ് തൃശൂരിന്റെ ഓണം അവസാനിക്കുന്നത്. എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. 450 പുലികൾ ഇറങ്ങും, കുട്ടിപ്പുലി ഇറങ്ങും, വലിയ പുലികളുണ്ടാവും, വയറൻ പുലികളുണ്ടാവും, പെൺപുലികളുണ്ടാവും. അങ്ങനെ ആരും കാണാത്ത ഒലക്കിയിൽ കളിക്കുന്ന പുലികളെ വരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മനോഹരമായ അന്തരീക്ഷം ഉണ്ടാവും. തൃശ്ശൂരിനകത്ത് പുലിക്കളി വന്നാൽ ലോകം മലയാളികൾ കാണും. അതുപോലെ തന്നെ എല്ലാവർക്കും ആനന്ദിക്കാവുന്ന വിധത്തിലുള്ള എല്ലാ പരിപാടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. സർപ്രൈസുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. വലിയ സർപ്രൈസുകൾ നമ്മൾ കാണാത്ത പലതും ഈ പുലിക്കളിയിൽ കാണാൻ പറ്റും. കാരണം അത്രയധികം അച്ചടക്കത്തോടു കൂടിയാണ് ഈ പുലികളി നടക്കുന്നത്. പലതും അണിയറയ്ക്കുള്ളിൽ ഞങ്ങൾ പോലും കാണാത്ത വിധത്തിൽ മറച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോ പുറത്തു വരുമ്പോൾ നേരിട്ട് കാണാം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഗംഭീരമാകുമെന്ന് ഉറപ്പായി. പുലികളി നല്ല ആവേശമാണ്. എന്റെ രണ്ടാമത്തെ പുലികളിയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിനേക്കാളും കൂടുതൽ ആവേശമാണ്. പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ടീംസ് ഉണ്ട്, 9 ടീമുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷനും ഉണ്ട്. പറഞ്ഞ പോലെ കൂടുതലായിട്ടുള്ള ഒരു സർപ്രൈസും എല്ലാവരും കാത്തുവയ്ക്കുന്നുണ്ട്. നല്ലൊരു ഫീലാണ്. രാവിലെ തൊട്ടാണ് നമ്മളെല്ലാ പുലിമടകളിലും പോയി അവരുമായിട്ട് കണ്ടു. ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഏതായാലും വലിയ പുലി ആവേശത്തിലേക്ക് തന്നെയാണ് ഇപ്പം തൃശ്ശൂർ കടക്കുന്നത്. ഇപ്പം അല്പസമയത്തിനകം തന്നെ അതിന്റെ ഫ്ളാഗ് ഓഫ് ചെയർമാൻ മന്ത്രി നിർവഹിക്കുന്നതാണ്. മന്ത്രി പറയുന്നത് ഇന്ന് എല്ലാവരും പുലികളാണ് എന്നുള്ളതാണ്. തൃശ്ശൂരിൽ ഇന്ന് എല്ലാവരും പുലികളാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി രാജൻ പറയുന്നത്. ഏതായാലും ആവേശം അതിന്റെ പീക്കിലേക്ക് പോവുകയാണ്. വലിയ തരത്തിലുള്ള ആവേശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ, ഏറ്റവും ആനന്ദകരമായ ഒരു പുലിക്കളി. അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ മന്ത്രി രാജൻ. പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ, അതോടൊപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്, കൌൺസിലർമാരുണ്ട്, അതോടൊപ്പം തന്നെ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളുണ്ട്. അവരെല്ലാവരും ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഇതാ ഈ 2025 പുലിക്കളിക്ക് ഇവിടെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. അല്പസമയത്തിന് ഓരോ ദേശങ്ങളിൽ നിന്നുള്ള ഇങ്ങോട്ടേക്ക്